സോയൂസ് MS-28 ബഹിരാകാശ പേടകം കസാഖിസ്ഥാനിൽ നിലത്തിറങ്ങി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിൽ 241 ദിവസം കഴിഞ്ഞ ബഹിരാകാശ സഞ്ചാരികളാണ് തിരിച്ചെത്തിയത്. ക്രിസ് വില്യംസ്, റഷ്യൻ ബഹിരാകാശ യാത്രികൻ സെർജി കുഡ്സ്വർച്ചിക്കോവ്, സെർജി മിക്കേവ് എന്നിവരാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത്. സാധാരണഗതിയിൽ കടലിൽ പതിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി പേടകം ഭൂമിയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സയൻസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അങ്ങനെ സോയൂസ് MS-28 ബഹിരാകാശ പേടകം എല്ലാ ദൗത്യവും പൂർത്തിയാക്കിയതിനു ശേഷമാണോ കസാഖിസ്ഥാനിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് മറ്റെല്ലാ പേടകങ്ങളും കടലിൽ പതിക്കുമ്പോൾ ഇത് ഭൂമിയിലാണ് പതിച്ചിരിക്കുന്നത്. അങ്ങനെ 241 ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് അവിടെ നിന്നും പഠിക്കാൻ സാധിച്ചതൊപ്പം മറ്റ് വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാം ഐസൻ. അശ്വതി, തീർച്ചയായും ഇത് വ്യത്യസ്തമായൊരു ലാൻഡിംഗ്. കരയെ തൊട്ടു എന്നതാണ് ഏറ്റവും ഗൗരവവും കൗതുകകരവുമായൊരു വസ്തുത എന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പല ബഹിരാകാശ പേടകങ്ങളും അത് നമുക്കറിയാവുന്നതാണ്, അത് കടലിലായിരിക്കും വന്നിറങ്ങുന്ന ഒരു പതിവുള്ളത്. പക്ഷേ നേരെ തിരിച്ച് ഇത് കരയിലും വന്നിറങ്ങുകയായിരുന്നു. കരയിൽ കസാഖിസ്ഥാനിലെ സ്റ്റെപ്പി പുൽമേടുകളിലാണ് വന്നിറങ്ങി. പുൽമേടുകൾ എന്ന് പറയാവുന്ന റിവൈൻസ് നിലനിൽക്കുന്ന ആ ഒരു ഭൂപ്രദേശത്താണ് വന്നിറങ്ങുകയും ചെയ്തത്. അതിനുള്ള സാധ്യത കൂടി പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇത്. നമുക്കറിയാവുന്നതാണ്, 2025 നവംബർ 27-നാണ് ഈ 74-ാം പേടകം, 74-ാം ദൗത്യം ബഹിരാകാശത്തേക്ക് തിരിച്ചത്. 241 ദിവസത്തോളം ബഹിരാകാശത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം അല്പസമയം മുമ്പാണ് ബഹിരാകാശ പേടകം കൃത്യമായി ഭൂമിയിൽ ഇറങ്ങിയത്. ഭൂമിയിൽ ഇറങ്ങിയതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ബഹിരാകാശ യാത്രികരാണുള്ളത്. ഒരു നാസ ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ രണ്ട് റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ സെർജി കുഡ്സ്വർച്ചിക്കോവ്, സെർജി മിക്കേവ് എന്നിവരും അതുപോലെ തന്നെ ക്രിസ് വില്യംസ് എന്ന നാസയുടെ ഒരു സയൻറ്റിസ്റ്റുമാണ് ഈ പേടകത്തിൻ്റെ ദൗത്യത്തിലുണ്ടായിരുന്നത്. ഏതാണ്ട് 3.5 മണിക്കൂറോളം നീളുന്ന ഒരു യാത്രയായിരുന്നു ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്കുണ്ടായിരുന്നത്. ഭൂമിയെ വലയം വെച്ച് കൃത്യമായ സഞ്ചാരപഥത്തിലൂടെ അത് ഭൂമിയിൽ ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്, ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ബഹിരാകാശ പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയ ബഹിരാകാശ യാത്രികരെ 3 പേരെയും സുരക്ഷിതരായി മാറ്റുന്ന നീക്കങ്ങളാണ്. ഏറ്റവും നിർണായകമായത് ഇത് ഭൂമിയിൽ തന്നെ, അതായത് കരയിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്തു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ പാരച്യൂട്ടുകളുടെ സഹായത്തോടെയും അതുപോലെ മറ്റ് ബഹിരാകാശ പേടകങ്ങൾ കടലിലിറങ്ങുമ്പോൾ പാരച്യൂട്ടുകൾ വിടർന്ന് കൃത്യമായി അത് കടലിൽ ഇറങ്ങുകയാണെങ്കിൽ ഇത് റിവേഴ്സ് ത്രസ്റ്റിംഗ് മോട്ടോറുകൾ ഉപയോഗിച്ച്, അതായത് റോക്കറ്റിന് സമാനമായ രീതിയിൽ മുകളിലോട്ട് ത്രസ്റ്റ് ഉണ്ടാക്കുന്ന മോട്ടോറുകൾ ചലിപ്പിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ ഇറങ്ങുന്ന ഒരു സംവിധാനമാണിത്. ഈ സംവിധാനമാണ് ഇവിടെ പ്രയോഗിക്കുകയും ചെയ്തത്. ഏറ്റവും നിർണായകമാകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സോയൂസ് 28-ൻ്റെ ഈ ലാൻഡിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് 3.5 മണിക്കൂറോളം നീളുന്ന ഒരു യാത്രയ്ക്ക് ശേഷം ഈ ബഹിരാകാശ ദൗത്യസംഘം, 74-ാം ദൗത്യസംഘം ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്തിരിക്കുകയാണ്. ചരിത്രപരമായൊരു നേട്ടം തന്നെയാണ് ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് എന്നതും ഒരു വസ്തുത തന്നെയാണ്. നിലവിൽ നേരത്തെ അശ്വതി ചോദിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ, നിരവധിയായ ഗവേഷണങ്ങൾ, ഈ സ്പേസ് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിൽ പ്രധാനമായും നടക്കുന്ന ഗവേഷണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുമ്പോൾ ലഭ്യമാകേണ്ട, ഉറപ്പാകേണ്ട ശാസ്ത്ര വസ്തുതകളെ സംബന്ധിച്ചുള്ള പരിശോധനകളും അതുപോലെ തന്നെ സീറോ ഗ്രാവിറ്റിയിൽ നടക്കേണ്ട നിരവധിയായ മൈക്രോഗ്രാവിറ്റി പരീക്ഷണങ്ങളുമാണ്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് ഈ 3 ബഹിരാകാശ യാത്രികരും കൃത്യമായി നടത്തുകയും ചെയ്തത്. ആ വലിയ ദൗത്യത്തിന് ശേഷം 241 ദിവസത്തോളം നീളുന്ന നവംബർ 27-ന് 2025 നവംബർ 27 മുതൽ ഇന്ന് വരെ നടന്ന ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷമാണ് ഈ സംഘം തിരിച്ചെത്തിയിരിക്കുന്നത് എന്നതും ഒരു ഗൗരവമേറിയതും പ്രത്യേകത നിറഞ്ഞതുമായ ഒരു വസ്തുത തന്നെയാണല്ലോ. വലിയൊരു ദൗത്യം പൂർത്തിയായതിനു ശേഷമാണ് എത്തിയത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത്, ഈ ദീർഘകാല ബഹിരാകാശവാസം അവരുടെ പേശികളെയും രക്തചംക്രമണാവസ്ഥയൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ബഹിരാകാശ യാത്രികരുടെ നിലവിലെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? അശ്വതി, തീർച്ചയായും ഇവർക്ക് ഒരു കൃത്യമായ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായി നമുക്കറിയാവുന്നതാണ്, ഒരു മനുഷ്യൻ ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകൃതമായ രീതിയിലാണ് അവൻ്റെ ചലനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അത് ഏത് ജീവിയിലായാലും അത്തരത്തിലാണ് ചലനങ്ങൾ നടക്കുന്നത്. അത്തരത്തിൽ ചലനങ്ങൾ നടക്കുന്ന ഒരു മനുഷ്യ ശരീരം പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 241 ദിവസത്തോളം ബഹിരാകാശത്ത് കഴിയുകയും ആ ബഹിരാകാശ നിലയത്തിൻ്റെ പരിമിതികളും പ്രത്യേകതകളും ഗ്രാവിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും ഗ്രാവിറ്റിയുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ചില റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബഹിരാകാശ യാത്രികരെയൊക്കെ ചലനം വളരെ കുറവായി എടുത്തുകൊണ്ട് പോവുക, അത്തരത്തിൽ കൃത്യമായ സ്ട്രെച്ചിങ് സംവിധാനങ്ങളിലും അല്ലെങ്കിൽ ഇരിക്കുന്ന രീതിയിലുള്ള സുരക്ഷിതമായ കസേരകളിൽ അവരെ കൊണ്ടുപോവുക, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത് ഈ മസിലുകളുടെ പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനാണ്. ഇനി ഈ സീറോ ഗ്രാവിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റിയിൽ നിന്നും ഫുൾ ഗ്രാവിറ്റിയിലേക്ക് വന്നവർക്ക് വേണ്ടതായ ചില പരിശീലനങ്ങൾ, ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ
പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട്. അത്തരം പരിശീലനങ്ങൾ നൽകിയതിന് ശേഷം കൃത്യമായും അവരെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായി പരിശീലനത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനുള്ള തുടക്കത്തിൽ ക്വാറന്റൈനിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സോയൂസ് MS-28 ബഹിരാകാശ പേടകം കസാക്കിസ്ഥാനിൽ നിലത്തിറങ്ങിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിൽ 241 ദിവസം പല കാര്യങ്ങളെപ്പറ്റി പഠിച്ചു. പ്രത്യേകിച്ച് ഈ ദീർഘകാലം ബഹിരാകാശത്ത് മനുഷ്യൻ വസിച്ചാൽ എങ്ങനെയാകും അവിടെ രക്തചംക്രമണം ഉണ്ടാവുക, എങ്ങനെയാകും പേശികളുടെ അവസ്ഥ, എന്താകും അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു പരീക്ഷണമായിരുന്നു. ഒപ്പം ബഹിരാകാശത്ത് കൃഷി എങ്ങനെ ചെയ്യാമെന്നതടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി പഠിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സയൻസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസി.